യുണൈറ്റഡിന് ഒരിക്കലും ആർസണലിന്റെ പോലത്തെ ഒരു മോശം സ്ക്വാഡ് ലെവലിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആർസണലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആർസണലിലെ പണ്ടത്തെ സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞു ഒരാളെ പോലെ എനിക്ക് ഒരു പോപ്പുലർ പ്ലെയർ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2008 ആരായിരുന്നു ആർസണലിലെ ഫേമസ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഹർഷാവിനൊക്കെ ആ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും 10 പേര് അറിഞ്ഞു തുടങ്ങി. അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ആയിരുന്നു. ജെർവീനിയോ ഒക്കെ ആണെങ്കിൽ വിങ്ങി കളിച്ചോണ്ടത്. പിന്നെ വാൻ പേഴ്സി ഉണ്ടായിരുന്നു പേരിന്. ഇത് ആരെങ്കിലും പൊങ്ങി വന്ന അപ്പൊ തന്നെ വേറെ കാര്യമുണ്ടല്ലോ, കപ്പ് അടിക്കാത്തോണ്ടാണ് വാൻ പേഴ്സിക്ക് യുണൈറ്റഡിൽ പോകാൻ ഒരു കാരണം ഉണ്ടല്ലോ. അതെ, കപ്പ് അടിക്കാത്തോണ്ടാണ് പോകട്ടെ. അതിന്റെ ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി. പക്ഷെ ആർസണൽ ഒരിക്കലും 15 പോയി ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല, ഫിനിഷ് ചെയ്യൂല. അത് ആ ഒരു ക്ലബ്, ഒരു ഫുട്ബോൾ ടീം തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. യുണൈറ്റഡ് ഒരിക്കലും ആ ഈ 15 സ്ഥാനത്തിലേക്ക് കഴിഞ്ഞ വർഷം ഫിനിഷ് അങ്ങനത്തെ ഒരു ഇല്ലാത്തേക്ക് ഇപ്പൊ തേടാ. ഞാൻ പറഞ്ഞത് ആ ഒരു ഇതിനകത്തേക്ക് ഇപ്പൊ ഓവർലി നമ്മൾ ഇവരാണ് മോശം എന്ന് പറയുന്നതിനേക്കാളും ഉപരി ഫുട്ബോളിലും പ്രശ്നമുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്നതിനേക്കാളും ഉപരി താഴത്തെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റിൽ പ്രശ്നങ്ങളുണ്ട്, പ്ലേയേഴ്സ് അങ്ങോട്ട് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് ഇന്റേണലി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിന്റെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. നമുക്ക് വേണമെങ്കിൽ 2 മണിക്കൂറും സംസാരിക്കാം.